ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സാബു കൊമ്പൻ ജോസ്. ഞാൻ തൃശ്ശൂർ നെല്ലിക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 18 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ 2023 ആഗസ്റ്റ് മാസം എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെടാൻ ഇടയായി. അവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കമ്പനിയിലെ മാനേജറുമായി ഏകദേശം ഒരു 9 വർഷത്തോളം ഞങ്ങൾ രണ്ടുപേരും വഴക്കിലും പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. ആ ജോലി നഷ്ടപ്പെടുന്നതിൻ്റെ ഫെബ്രുവരി മാസത്തിൽ ഞാൻ തന്നെ ആ മാനേജറോട് പറഞ്ഞിരുന്നു, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഞാൻ ജോലി ചെയ്ത് പോവുകയാണ്, റിസൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ലാതെ ജോലിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിടണമെന്ന് ഞാൻ തന്നെ അവരോട് അപേക്ഷിച്ചിരുന്നു. പിന്നീടുള്ള മാസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് മറന്നുപോയി. ഓഗസ്റ്റ് മാസത്തിൽ ഓണം കഴിഞ്ഞ ആ സന്ദർഭങ്ങളിൽ എന്നെ ജോലിയിൽ നിന്ന് പെട്ടെന്ന് പിരിച്ചുവിടുകയുണ്ടായി. അതിനുശേഷം ഞാൻ ആ ഒരു ദിവസങ്ങളിൽ വളരെയധികം മാനസികമായിട്ട് വിഷമതകൾ അനുഭവിച്ചിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് കേട്ടിരുന്നെങ്കിലും ഞാൻ ഇതുവരെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 1-2 ജോലികൾക്ക് ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ ഏകദേശം ഒരു ജോലി 100% ഉറപ്പായി എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സന്തോഷത്തിൽ അന്നത്തെ ദിവസം വൈകിട്ട് ഞാൻ ജിമ്മിലേക്ക് പോയി അവിടെ വർക്കൗട്ട് ചെയ്യുകയായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന വേറൊരു വ്യക്തി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് നാളെ നീ ജോയിൻ ചെയ്യേണ്ട ജോലി വേറെ ഒരാൾ വന്ന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി എൻ്റെ എല്ലാ നാഡികളും തളർന്നു. പിന്നെ വേറെ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി വീട്ടിലേക്ക് വന്നിട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഒരു പുതിയ ജോലി പെട്ടെന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ ഒരു നിയോഗം വെച്ചിട്ടാണ് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത്. ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ അന്ന് വൈകിട്ട് ഏതോ ഒരു കമ്പനിയിലേക്ക് ഞാൻ വെറുതെ CV അയക്കുകയുണ്ടായി. ആ കമ്പനി അന്ന് വൈകിട്ട് തന്നെ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ജോലിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെന്ന്. ഞാനത് ശമ്പളവും ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ഫേക്ക് ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും അന്ന് മുതൽ ഞാൻ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും ഡെയിലി ബ്രെഡും ഈ വചനങ്ങളെല്ലാം സീരിയസ് ആയിട്ട് കേൾക്കാൻ തുടങ്ങി. പിന്നീട് ഈ ഒരു നിയോഗം വെച്ചിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ജോലി ഒരു കാലത്തും നഷ്ടപ്പെടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതിനുശേഷം 1-2 ദിവസങ്ങൾക്ക് ശേഷം ഈ കമ്പനിയിൽ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന പുതിയ ജോലിക്ക് ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. അതിനും പിന്നീട് കുറച്ച് ദിവസങ്ങൾ താമസമെടുത്തു. ആ ദിവസങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും നമ്മുടെ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലുകൾ ഒരുവിധം ഉണർന്നിരിക്കുന്ന സമയങ്ങളിലും ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിലും ഇയർഫോൺ വെച്ച് ആ സന്ദേശങ്ങൾ വളരെ ആഴത്തിൽ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അതിനോട് പൊതുവെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളോട് എനിക്കൊരു താല്പര്യമുണ്ടെങ്കിലും ഈ വചനങ്ങളിലൂടെ ജോസഫ് അച്ഛൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ആ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ പ്രസംഗങ്ങളിലൂടെ എനിക്ക് അതിലൊരു ആത്മവിശ്വാസവും ഒരു ദൈവിക തീക്ഷ്ണതയും ദൈവിക സ്നേഹവും വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ വേറൊരു ജോലി സ്ഥലത്ത് എനിക്ക് താത്കാലികമായിട്ട് ഒരു ജോലി കിട്ടി. വളരെ ശമ്പളം കുറവുന്ന ജോലിയിൽ. അതിന് 100 ദിവസത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ എണ്ണി കാത്തിരുന്നു. 96-ാമത്തെ ദിവസമായി. അവിടുന്ന് അതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. 97-ാമത്തെ ദിവസമായി, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. 100-ാമത്തെ ദിവസമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ കമ്പനിയിൽ നിന്ന് മാറാൻ പറ്റില്ല ഒരിക്കലും. അങ്ങനെ 98-ാമത്തെ ദിവസം രാവിലെ അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ജോലി ശരിയായിട്ടുണ്ട്, പിറ്റേ ദിവസം തന്നെ വന്നിട്ട് ജോയിൻ ചെയ്യണമെന്ന്. ഞാൻ ആകെ വിഷമിച്ചു. കാരണം അവിടുത്തെ മാനേജറോട്, ഇപ്പോൾ താത്കാലികമായി ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ മാനേജറോട് ഞാൻ അതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം 2 ദിവസം കൂടിയും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് തൈലമൊക്കെ പ്രാർത്ഥിച്ച് ഉപവാസമൊക്കെ എടുത്തിട്ട് മാനേജറോട് പോയിട്ട് പറഞ്ഞു, ഞാൻ ഇന്നത്തോടു കൂടി എൻ്റെ ജോലി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു.
എല്ലാവരും പ്രതീക്ഷിച്ചു അവിടെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുമെന്ന്. ആളപ്പം എന്നോട് പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് എന്ന് മാത്രം പറഞ്ഞു, വേറെ ഒന്നും സംസാരിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ ആ കമ്പനിക്ക് പോയി ജോയിൻ ചെയ്തു. ആ കമ്പനിയിൽ കയറി ആദ്യത്തെ ഒരു മാസമൊന്നും എന്താണ് ജോലി ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെപ്റ്റംബറിൽ വേറെ ജോലി നോക്കി പോകുമെന്നും അതിന് ഈ മാനേജർ പെണ്ണ് തന്നെ അതിനൊരു സാഹചര്യം ഒരുക്കി എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോഴാണ് ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന ആ രീതി എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എന്നെ ടെർമിനേറ്റ് ചെയ്ത ആ ദിവസത്തെ കണക്കുകൂട്ടലനുസരിച്ചിട്ട് 15 കൊല്ലം കറക്റ്റ് തികയുന്ന ആ ഒരു ദിവസമായിരുന്നു എന്നെ ടെർമിനേറ്റ് ചെയ്തത്. അപ്പോൾ പുതിയ കമ്പനി അവരുടെ ബയോഡേറ്റയൊക്കെ എടുത്ത് നോക്കുമ്പോൾ 15 വർഷം വേണമെങ്കിൽ 14 വർഷവും 8 മാസമാണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. എന്നെ കറക്റ്റായിട്ട് ആ ലേഡി മാനേജർ കറക്റ്റ് ആ ദിവസം വന്ന അതേ ദിവസം തന്നെ എനിക്ക് ടെർമിനേഷൻ തന്നു. അതുകൊണ്ട് നമ്മൾ ശത്രുവിനെ മിത്രമാക്കിയിട്ട് ഉപയോഗിക്കുന്ന ആ രീതിയിൽ തന്നെ അവരെനിക്കൊരു ഉപകാരമായിട്ട് മാറി. അതിനുശേഷം കുറച്ച് ദിവസങ്ങളോളം എന്നോട് ദിവസങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആ സമയത്ത് നമ്മളോട് ചെയ്തിരുന്ന പ്രതികാര നടപടികൾക്കൊക്കെ നമുക്ക് മാനസികമായിട്ട് വളരെ ദേഷ്യമുണ്ടായിരുന്നു അവരോട്. ഞാനതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, ഒരു വ്യക്തിയോട് ദേഷ്യം അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എനിക്ക് അവരോടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി വൈരാഗ്യം എന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ നിന്ന് ദൈവകൃപയാൽ പൂർണ്ണമായിട്ടും പോയി. എനിക്ക് അവരോടൊരു ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം അവർ നമ്മൾക്ക് വേണ്ടി ഒരു ദുഷ്ടപ്രവൃത്തി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ പ്രാർത്ഥിച്ചിരുന്ന പോലത്തെ അതേ കമ്പനിയിൽ ഞാനൊരു 10-15 കൊല്ലമായി ഇതേ കമ്പനിയിൽ തന്നെ ജോലി കിട്ടണം, എങ്ങനെയാണ് കിട്ടുക എന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. യാദൃച്ഛികമായിട്ട് അവിടെ ജോലി കിട്ടി. ഞാൻ വിചാരിച്ചിരുന്ന അതേ പ്രൊഫൈൽ തന്നെ അതേ ജോലി തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അതെനിക്ക് മനസ്സിലായി ഉൾക്കൊള്ളാൻ സാധിച്ചത് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷമാണ്. അതിനുശേഷം പിന്നീട് പിന്നത്തെ വർഷം വന്ന ഒരു ഫെബ്രുവരി മാസത്തിൽ ഞാനിവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം ഉടമ്പടിയിലെ ബാക്കി എല്ലാ ദിവസവും തൈലം അപ്ലൈ ചെയ്യാറുണ്ട്, കാശുരൂപം കൊണ്ടുപോകാറുണ്ട്, എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇന്നും നമ്മുടെ അച്ഛൻ്റെ ഉടമ്പടി പുതുക്കലിൻ്റെ പ്രസംഗത്തിലൂടെ മനസ്സിലായത്, പലരും എന്നോട് പറയാറുണ്ട് എളിമപ്പെട്ടാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഉന്നതിയിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ അവരോട് എപ്പോഴും തർക്കിക്കാറുണ്ട്, എളിമപ്പെടുന്ന പ്രവൃത്തി എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് നമുക്ക് എളിമ വരിക എന്നുള്ളത്. ഇന്ന് അച്ഛൻ്റെ ആ പ്രസംഗത്തിലും മുൻ വീഡിയോകളിലും അച്ഛനത് പറഞ്ഞിട്ടുണ്ട്. യേശു തൻ്റെ സ്റ്റാറ്റസ് താഴ്ത്തി എങ്ങനെയാണ് കൃപയ്ക്ക് അർഹരായിട്ട് തീരുക എന്നുള്ള കാര്യം അവിടെ അച്ഛൻ ഇന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് ഞാൻ തന്നെ എന്തെങ്കിലും ഐഡിയ തന്നെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയയും ഒന്നും കത്താറില്ല, ഒന്നും മനസ്സിലാവാറില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാവാറില്ല. അതേസമയം ഞാൻ അതെൻ്റെ ഈഗോ ഒക്കെ മാറ്റി ബാക്കിയുള്ള ആളുകളോട് അതിൽ ഡിസ്കഷനിൽ പെടുത്തി ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് കത്തിനേക്കാളും മുൻപ് എന്താണ് അതിനെ പരിഹാരം ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ എനിക്ക് മനസ്സിലാവാറുണ്ട്. എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ അതിനുള്ള സൊല്യൂഷൻസൊക്കെ എനിക്ക് തെളിഞ്ഞു വരാറുണ്ട്. അതിനുശേഷം അപ്പോൾ എളിമപ്പെടുന്നതിൻ്റെ ആ പ്രാധാന്യം അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ എനിക്ക് വളരെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രത്യേകതയായിട്ടുള്ള കഴിഞ്ഞ ആഴ്ചയും അച്ഛനൊരു പ്രസംഗം നടത്തിയിരുന്നു. അതായത് എളിമപ്പെടുന്ന ഭാവങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ മാറ്റി പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞാനെപ്പോഴും മമ്മിയെ ആശ്രയിക്കാറുണ്ടായിരുന്നു പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ ചമ്മലോട് കൂടിയിട്ട് തന്നെയാണ് പത്രം പള്ളികളിലും നമ്മുടെ കൂട്ടുകാർക്കും അയൽപക്കങ്ങളിലൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ ഇന്നത്തെ പ്രസംഗത്തിലൂടെ അത് മനസ്സിലായത്, നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് താഴ്ത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപയുടെ മഹത്വത്തെക്കുറിച്ചിട്ടും ദൈവതുല്യനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കുർബാനകളിലൊക്കെ ചെല്ലുന്ന പോലെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ ആന്തരിക അർത്ഥം ഇന്നാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് ആ പുതുക്കൽ പ്രസംഗത്തിലൂടെ മനസ്സിലായത്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ പ്രസംഗങ്ങളും ഇവിടുത്തെ ശുശ്രൂഷകളും പ്രത്യേകിച്ച് സഹായിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ
ജോലിക്ക് പോണ സമയത്ത് 6 മണി തൊട്ട് 7 മണി വരെ അച്ഛൻ്റെ 1-2 പ്രസംഗങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. കാര്യമായിട്ടുള്ള ആശയങ്ങൾ പറയുന്ന പ്രസംഗങ്ങളാണെങ്കിൽ അത് 3-4 പ്രാവശ്യം വീണ്ടും അത് കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥനകളും രീതികളും അച്ഛൻ സ്ഥിരം പറയുന്ന പോലെ തന്നെ നമുക്ക് ആഴത്തിൽ ഒരു അവബോധം നൽകും എന്നതിന് എനിക്ക് വളരെ ഉറപ്പാണ്. അതിന് ഞാൻ സാക്ഷ്യം പറയുന്നു. ഇതിനു വേണ്ടി എന്നെ സഹായിച്ച ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സഹായിച്ചതും, ഇനി ഈ ഉടമ്പടി എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഷനായിട്ടുള്ള കോൺട്രാക്ട്സ്, ഞാൻ ജോലി ചെയ്യണതും കോൺട്രാക്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ജോലി ചെയ്യണത്. അത് കാരണം കൊണ്ട് നമ്മൾ ഈ കോൺട്രാക്ട്സുകൾ അല്ലെങ്കിൽ കമ്പനികളുടെ ഉടമ്പടികൾ വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആ ഉടമ്പടിയുടെ ആഴങ്ങൾ, അർത്ഥങ്ങൾ മനസ്സിലാക്കി തരുന്ന രീതിയിൽ അത് വെളിപ്പെടുത്താനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും സാധിക്കണേ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നീട് അങ്ങോട്ട് ഞാൻ തീരുമാനിച്ചു, ഉടമ്പടി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഞാൻ ഉടമ്പടിയിൽ ഉറച്ച ഒരു ജീവിതം തന്നെ നയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇത്രയാണ് എൻ്റെ സാക്ഷ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 91-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. സാബു എന്ന സഹോദരൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തെക്കുറിച്ചാണ് നാം കേട്ടത്. ജോലി നഷ്ടപ്പെട്ട് നിരാശയിലകപ്പെട്ട എല്ലാ പ്രതീക്ഷയും തകർന്നു പോയപ്പോഴാണ് അദ്ദേഹം ഓൺലൈൻ ഉടമ്പടി എടുക്കാനായി മുന്നോട്ട് വന്നത്. ഓൺലൈൻ ഉടമ്പടിയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ആത്മവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തൻ്റെ എല്ലാ ജീവിത കാര്യങ്ങളെയും ഭാവിയെയും സ്ഥിരപ്പെടുത്തിയ ഒരു വലിയ സാക്ഷ്യമായിരുന്നു ഇത്. ഇവിടെ എത്ര തന്നെ വലിയ ജീവിത ഭാരങ്ങളായാലും അതിനെയെല്ലാം ക്രമീകരിക്കുവാനുള്ള ഒരു വലിയ പദ്ധതി കൂടിയാണ് പരിശുദ്ധ അമ്മ ആ വലിയ അത്ഭുതത്തിലൂടെ ഈ സാബു എന്ന സഹോദരനെ ഇപ്പോൾ ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്ത വലിയ അനുഗ്രഹം. അദ്ദേഹത്തിൻ്റെ ഒരു ജോലി സ്ഥിരപ്പെടുത്തുക എന്നതിനേക്കാൾ ആധ്യാത്മികമായി തൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്യുവാനും, ഈശോ ജീവിച്ചതുപോലെ ഇനി എനിക്ക് തന്നെ ശൂന്യനാക്കി ഈശോയെപ്പോലെ ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപ ലഭിക്കുന്നു എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ ഉടമ്പടി ജീവിതത്തിലും ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തുമാത്രം അനുഗ്രഹം കിട്ടി എന്നുള്ളതിലല്ല, എന്തുമാത്രം നാം അഭിഷിക്തരായി എന്നതിലാണ് നാം ആനന്ദിക്കേണ്ടത്. കാരണം നമുക്ക് അഭിഷേകം ലഭിക്കുമ്പോഴാണ് നമ്മുടെ നിയോഗങ്ങളുടെ ലിസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും സിൽവർ ഗ്രേയിൽ എത്തിക്കഴിഞ്ഞാലും അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒട്ടും തന്നെ കുറയുന്നില്ല. നമുക്ക് അഭിഷേകം വരുമ്പോഴാണ് സാബു സഹോദരൻ പറഞ്ഞതുപോലെ അഭിഷേകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ നിയോഗങ്ങളെല്ലാം അവസാനിക്കുകയും ഈശോയെ പോലെ സ്നേഹിക്കുവാനും ഈശോയെ കൊടുക്കുവാനും നമ്മുടെ എല്ലാ മറ്റുള്ളവർക്ക് വിശ്വാസ കൈമാറ്റം ചെയ്യാനുള്ള വലിയ തീക്ഷ്ണതയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നമുക്കുണ്ടാകുന്നതെന്ന് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മ കുരിശിനടിയിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ ചങ്കിടിപ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നതാണ്. മകൻ്റെ കയ്യിൽ ഓരോ ആണി തറയ്ക്കുമ്പോഴും 3 ആണികളിൽ ആകാശത്തിന് നടുവിൽ ആ മകനെ തൂക്കിയിട്ടപ്പോഴും പരിശുദ്ധ അമ്മ ഒട്ടും തന്നെ സംശയിച്ചില്ല. ഇതാണ് രക്ഷ എന്ന് അമ്മ ഒരിക്കലും സംശയിച്ചിട്ടില്ല. നമുക്ക് സംശയമില്ലാതെ ഉടമ്പടി ഒരു ജീവിതക്രമമാണ്, ഉടമ്പടി നിത്യതയിലേക്കുള്ള ഒരു വഴിയാണ്, പാതയാണെന്ന് മനസ്സിലാക്കി മുന്നേറാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സാബുവിൻ്റെ മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.